നമുക്കിനി ഇവിടെ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോവാം. കോഴിക്കോട്ട് ചെറുപുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മാവൂർ തെങ്ങിലക്കടവ് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തെങ്ങിലക്കടവ് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വില്ലേരിത്താഴം മേഖല ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മാവൂർ പഞ്ചായത്തിൽ വൻ കൃഷിനാശമുണ്ടായി. വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി നശിച്ചു. വ്യാപാരികൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. തെങ്ങിലക്കടവിൽ കടകളിൽ നിന്നും സാധനങ്ങളൊക്കെ ഇപ്പോൾ മാറ്റുന്നുണ്ട്. റോഷിപാൽ ഇപ്പോൾ മാവൂരിൽ നിന്നും തത്സമയം ചേരും. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണോ? എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രി കാര്യമായിട്ട് മഴ പെയ്തില്ല എന്ന് തോന്നുന്നു, പക്ഷേ കയറിയ വെള്ളം ഇറങ്ങി പോകുന്നില്ല. വലിയ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത് വ്യാപാരികൾക്ക്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോൾ റോഷി നിൽക്കുന്നത് റോഡിലാണോ തോട്ടിലാണോ? അരുൺകുമാർ, ഇത് മാവൂർ പഞ്ചായത്തിലെ വെള്ളരിത്താഴത്തേക്ക് പോകുന്ന റോഡാണ്. റോഡ് ഇപ്പോൾ ഏതാണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ 2018 പ്രളയത്തിലൊക്കെ ഇവിടെ വലിയ വെള്ളമായിരുന്നു, വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു കടയിൽ നിന്ന് സാധനങ്ങൾ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ പ്രദേശം, നമുക്ക് അപ്പുറത്ത് കാണുന്ന പ്രദേശം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ പ്രദേശവാസികൾ നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നില്ല. കാരണം ഈ വെള്ളത്തിന് ശക്തമായ ഒഴുക്കാണ്. കാരണം ചെറുപുഴ നിറഞ്ഞ് കര കവിഞ്ഞ് ഒഴുകുകയാണ്. ആ ഒഴുക്ക് നമുക്ക് അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ല, അപകടം പറ്റുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ നാട്ടുകാർ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതാണ്ട് 80ഓളം വീടുകളുണ്ട്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം. അങ്ങനെ കുറച്ചുപേരൊക്കെ ഒഴിഞ്ഞു വരുന്നുണ്ട്. 10-15ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ഒറ്റ വഴിയാണ് അവർക്കുള്ളത്, ഈ പുറത്തേക്ക് കടക്കാനുള്ള വഴിയാണ്. അതാണെങ്കിൽ കുത്തിയൊലിക്കുകയാണ്. നടന്നു വരിക പോലും അത്ര എളുപ്പമല്ല. ഈ മേഖലയിൽ തന്നെ വലിയ കൃഷിനാശവുമുണ്ട്. വാഴത്തോട്ടങ്ങളാണ് ഏറ്റവും പ്രധാനമായും. വാഴകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്തുള്ള ഒരു ചെറിയൊരു വാഴത്തോട്ടമാണ്. അവിടെ മുഴുവൻ ഏതാണ്ട് വാഴകളൊക്കെ പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണം, ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ ഒട്ടേറെ പേരുണ്ട്, അതിനൊപ്പം പ്രദേശവാസികളുണ്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ ഇവിടെ നിൽക്കുകയാണോ? ചേട്ടൻ്റെ ബന്ധുക്കളാണോ അപ്പുറത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നത്? തറവാട് അവിടെയാണ്, നമ്മളെ വീട്. അനിയനൊക്കെ താമസിക്കുന്ന അവിടെ. അവരിങ്ങോട്ടേക്ക് മാറ്റണ്ടേ? ഇല്ല, അവിടെ ഇപ്പൊ അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. അവരുള്ള മേഖലയിൽ വെള്ളം കയറി വെള്ളം കയറിയിട്ടുണ്ട്, പക്ഷെ വീടിന്റെ താഴെ എത്തിയിട്ടുള്ളൂ, മുകളിലോട്ട് കയറിയില്ല. അപ്പൊ അവിടെ കുറച്ച് അങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാണ്ടാവും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോരും. ഇനിയും ഇതുപോലെ മഴ തുടരുമ്പോൾ വലിയ അപകടമാവില്ലേ? വലിയ വെള്ളം കൂടുതൽ കയറുകയാണ് ഒരുവിധം വീടൊക്കെ വെള്ളത്തിലാവും, വെള്ളമൊക്കെ പൊങ്ങിപ്പോരും. ഇത് ചെറുപുഴ കവിഞ്ഞൊഴുകുകയാണ്. പക്ഷെ ഇതെന്താന്ന് പറയാ, ഇതിന് ഏക വഴി എന്ന് പറഞ്ഞാൽ ഈ റോഡ് കുറച്ച് പൊങ്ങിയാൽ സംഭവം ഓക്കെ. കാരണം എത്രയോ ജനങ്ങളെ ആ മേഖലയിലാണ്. വെള്ളരിത്താഴം വാർഡ് മെമ്പറാണ്. പേര് അഹമ്മദ്, NP അഹമ്മദ്. ഇപ്പൊ അവിടുന്ന് വന്ന ആൾക്കാർ 10-15ഓളം വീട്ടിൽ വെള്ളം കയറി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആളെ മാറ്റണ്ടേ? ഇവിടുന്ന് ആളുകളെ മാറ്റം ആ ഭീഷണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രയാസം വരികയാണെങ്കിൽ അവരെ മാറ്റൽ നിർബന്ധമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ദുരിതാശ്വാസ കൂടുന്ന ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കൂടുതൽ പ്രയാസമാവുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ ഷിഫ്റ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ വെള്ളം കൂടുന്ന അങ്ങനെയാണെങ്കിൽ എവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടാവും. ഇന്നലെ രാത്രിക്ക് 11 മണി വരെ അത്ര പ്രയാസമില്ല. രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സങ്കീർണതയിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോഴും വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ പുലർച്ചെ ഉരുൾപൊട്ടൽ വനമേഖലയിൽ നടന്നു കാണും. നമ്മൾ ഈ തെങ്ങിലക്കടവ് കണ്ണിപറമ്പ് റോഡാണ് എത്രയും പെട്ടെന്ന് മുങ്ങുന്നത്. ആ ട്രെൻഡ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആളുകളെ മാറ്റുന്നതായിരിക്കും നന്നാവും. അതിൽ ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ. ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാൻ ചെറുപുഴയിലെ കാഴ്ചയാണ്. ബാബൂരിൽ നിന്നാണ് റോഷിപാൽ തത്സമയം ചെയ്തത്. റോഷി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊള്ളുക.